എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുറച്ചധികം സന്തോഷമുള്ള ദിവസമാണ്. അത് ബിഗ് ബോസിൻ്റെ അഗ്നിപരീക്ഷ കണ്ടതിൻ്റെ സന്തോഷമല്ല കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ വിന്നർ, ബിഗ് ബോസ് സീസൺ 7 വിന്നറായിട്ടുള്ള അനുമോളുടെ മാരേജ് ആയിരുന്നു ഇന്ന് രാവിലെ. കുറച്ച് മുൻപ് ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടതേ ഉള്ളൂ. ഗുരുവായൂർ വെച്ചിട്ട് മാരേജ് കഴിഞ്ഞു. ആ ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ കൂടി പറയുവാണ്. ഇന്നലെ തന്നെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അനുമോളോട് ഒരു മീഡിയക്കാരൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അനുമോളെ മാരേജ് എന്നാണ്? നാളെ എൻ്റെ മാരേജാണ്, എല്ലാവരും വരണം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊന്ന് അതിൻ്റെ താഴെ വന്ന കമൻറ്റ് എന്ന് പറയുന്നത് ആരും വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അനുമോളുടെ മാരേജ് ഇന്ന് രാവിലെ കഴിഞ്ഞു. സോ ആ സന്തോഷം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുകയാണ്. ബിഗ് ബോസിൻ്റെ ഒരു കണ്ടന്റ് ആയതുകൊണ്ട് ഇന്നത്തെ അഗ്നിപരീക്ഷ അതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വന്നത്. ഇന്നത്തെ അഗ്നിപരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നും എവിക്ഷൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ എവിക്ഷനിൽ എനിക്ക് ഒരാളുടെ കാര്യത്തിൽ കുറച്ച് അൺഫെയർ ആയിട്ട് തോന്നി. ആരൊക്കെയാണ് എവിക്റ്റ് ആയിട്ടുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് പോയാലോ? എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി അങ്ങോട്ടുള്ള 118 ദിവസവും 117 ദിവസവും നമ്മൾ ഒരുമിച്ച് ഈ ഒരു ഷോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ആ ബെല്ലൈക്കണൊക്കെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ഹൈപ്പൊക്കെ കൊടുത്ത് വയ്ക്കുക. ഒപ്പം നിങ്ങളുടെ എന്തെങ്കിലും കമൻറ്റ്, ഇപ്പം പല ആൾക്കാരും കണ്ടു പോകുന്ന അല്ലാണ്ട് കമൻറ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഒരു അഭിപ്രായം, നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാർ, ഷോ കണ്ട ആൾക്കാർ, അഗ്നിപരീക്ഷ ഷോ കണ്ട ആൾക്കാരാണെങ്കിൽ അതേക്കുറിച്ചുള്ള ഒരു കമൻറ്റ് ഇടുക. ഇത് ഈ ഷോ കാണാത്ത ആൾക്കാരാണെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുകയാണെങ്കിൽ എനിക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോയെക്കുറിച്ചുള്ള ഒരു റിവ്യൂ കിട്ടും. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്തെങ്കിലും മനസ്സിലാവാതെയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കത്തിൽ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് റനീഷ, ആങ്കറായിട്ടുള്ള റനീഷ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിലിരുന്നാണ് സംസാരിച്ച് തുടങ്ങിയത്. അവിടെ ഇരുന്നിട്ട് റനീഷ ഈ മത്സരത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ജഡ്ജസിനെ വിളിക്കുന്നു. ആദ്യം രഞ്ജിനിയെ വിളിക്കുന്നു, പിന്നെ അഖിൽമാരാറെ വിളിക്കുന്നു, ഏറ്റവും ലാസ്റ്റ് റിയാസ് സലീമിനെ വിളിക്കുന്നു. അവർ 3 പേരും അവരുടെ സീറ്റുകളിൽ ഇരിക്കുവാണ്. റനീഷ വിളിച്ചപ്പോൾ അവരെ കാണിക്കുന്നു, അവർ ഹായ് പറയുന്നു. ഇവരെ വിളിക്കുന്നതിന് മുൻപ് തന്നെ റനീഷ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു കയ്യിൽ പെൻഡൻറ്റ്, ഇൻഫിനിറ്റി പെൻഡൻറ്റും ഒരു കയ്യിൽ റെഡ് ബാൻഡും പൊക്കി കാണിച്ചിട്ട്, ഈ 2 സാധനം എൻ്റെ കയ്യിലുണ്ട്, ഇതിൽ റെഡ് ബാൻഡ് കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, കണ്ടസ്റ്റൻസ് പറഞ്ഞു, സങ്കടം വരുന്നുണ്ട്. പെൻഡൻറ്റ് കാണുമ്പോൾ സന്തോഷം വരുന്നുണ്ടോ? സന്തോഷം വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് സന്തോഷത്തിൻ്റെയും ഒന്ന് സങ്കടത്തിൻ്റെയും പ്രതീകമാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞിട്ട് റനീഷ സംസാരിച്ചു. അത് കഴിഞ്ഞ് റിയാസ് സലീം പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ടാസ്കിൻ്റെ ബേസ് ചെയ്ത് മാത്രമല്ല ഇവിടെ ഓരോരുത്തരും നിൽക്കുന്നതും ഓരോരുത്തരും പുറത്ത് പോകുന്നതും. കാര്യം ഇന്നലെ 4 പേര് എലിമിനേറ്റായി പുറത്ത് പോയല്ലോ. അപ്പോൾ ടാസ്കിനെ ബേസ് ചെയ്ത് മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണാലിറ്റി കൂടി ഞങ്ങൾക്ക് അറിയാനുണ്ട്. സോ ഇനിയും ഒരുപാട് പേരുടെ പേഴ്സണാലിറ്റികൾ ഞങ്ങൾക്ക് മനസ്സിലാവാനുണ്ട്. അതിൻ്റെ ബേസിസിലാണ് ആളുകളെ പുറത്തേക്ക് വിടുന്നത്. ഇന്നും ഒരു 3-4 പേര് പുറത്തേക്ക് പോകും എന്നുള്ള രീതിയിലേക്കാണ് റിയാസ് പറഞ്ഞു വെച്ചത്. അന്നേരം ആ എലിമിനേഷൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴേക്ക് പല ആൾക്കാരുടെയും മുഖം എന്ന് പറയുന്നത് ഈ കടലിൽ കുത്തിയ പോലെ ഡൗൺ ആയിപ്പോയി, തണുത്തുപോയി. അതിനുശേഷം സംഭവിച്ചത് 36 പേരുണ്ട്. ഇപ്പോൾ 40 പേരുണ്ടായിരുന്ന ഒരു വേദിയായിരുന്നു, ഇപ്പോൾ 36 പേരായി. ഈ 36 പേരെയും ടീം ഡിവൈഡ് ചെയ്യണമല്ലോ. 36 പേരെയും ടീം തിരിച്ചു 4 ടീം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി എന്താ അവർ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബൗളിനകത്ത് റനീഷ, അഖിൽമാരാർ, രഞ്ജിനി ഹരിദാസ്, റിയാസ് സലീം, ഈ 4 പേരുടെ പേര് പല പല കളേഴ്സിൽ പേപ്പറിൽ എഴുതിയാൽ കിട്ടും. എന്നിട്ട് ഇത് ഓരോ കണ്ടസ്റ്റൻറ്റും എടുക്കണം. ഈ ബൗളിനകത്ത് നിന്ന് ഓരോ പേപ്പർ എടുക്കണം. ആ പേപ്പറിൽ ആരുടെ പേരാണോ വരുന്നത് ആ വ്യക്തിയുടെ ടീമിലായിരിക്കും ആ ആൾ വരുന്നത്. ഇങ്ങനെയാണ് ടീം ഡിവൈഡ് ചെയ്തത്. അങ്ങനെ 4 ടീം ഡിവൈഡ് ചെയ്തു. അഖിൽമാരാരുടെ ടീം, റനീഷയുടെ ടീം, രഞ്ജിനി ഹരിദാസിൻ്റെ ടീം, റിയാസിൻ്റെ ടീം. ഈ 4 ടീമിനും 4 ഹാൻഡ് ബാൻഡ് കൊടുക്കുന്നു. കയ്യിലിട്ട് വെക്കാൻ വേണ്ടി 4 കളറിലുള്ള ഹാൻഡ് ബാൻഡ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ടീം ക്യാപ്റ്റൻ ഇല്ല എന്ന് പറയുന്നു. കാരണം അത് പറയാനുള്ള കാരണം, ഇന്നലെ റാഷ എവിക്റ്റായി പോയ സമയത്ത് റാഷ ഒരു കാര്യം ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോകാൻ കാരണം എൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റനാണ്, അഭിറാം എന്ന് പറയുന്നത് എൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ ക്യാപ്റ്റനെ പഴിച്ചുകൊണ്ടാണ് റാഷ ഇന്നലെ ഇറങ്ങിപ്പോയത്. നമ്മൾ ഇന്നലെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ അവരുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും മറ്റൊരാളുടെ തലയെ കൊണ്ട് വെക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ആണ് ഇപ്രാവശ്യത്തെ സീസണ് ഈ കോമണേഴ്സ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ റാഷ ഇന്നലെ പറഞ്ഞിട്ട് പോയത് അഭിറാമിനെ ബ്ലെയിം ചെയ്തിട്ടാണ് പോയത്. അവരുടെ ക്യാപ്റ്റൻ അഭിറാമായിരുന്നു. അപ്പോൾ അഭിറാമാണ് റാഷനെ ഈ പറയുന്ന ഈ എലിമിനേഷനിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അതുകൊണ്ട് അഭിരാമിനെ ബ്ലെയിം ചെയ്തു. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്നത്തെ ടീമുകൾക്ക് ക്യാപ്റ്റൻ ഇല്ല. ക്യാപ്റ്റൻ ഇല്ലാത്ത ടീമുകളായിട്ടാണ് ഇവർ മത്സരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരാൾ പറയുന്നത് കേൾക്കേണ്ട കാര്യം ഇവർക്കില്ല. ടീം പ്ലേ ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ടീം ടാസ്ക്കാണ് നടക്കാൻ പോകുന്നത്. ടാസ്ക് ലെറ്റർ വായിക്കാൻ വേണ്ടി റനീഷ വന്നു. പക്ഷേ റനീഷ അല്ല ടാസ്ക് ലെറ്റർ വായിച്ചത്, രാകേഷ് ആയിരുന്നു. രാകേഷ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫോട്ടോ വെച്ചുകാരൻ. അത്യാവശ്യം ഇപ്പോൾ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇടം പിടിച്ച് വരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. ഇതുവരെയും എല്ലാവരുടെയും പേര് അങ്ങോട്ട് പഠിക്കാൻ പറ്റില്ലെന്നേ. 3 ദിവസമായി, ഇതിപ്പോൾ 4ാമത്തെ ദിവസമാണ്. പക്ഷേ ഓരോരുത്തരുടെ പേര് ഇങ്ങനെ പഠിച്ച് വരുന്നുള്ളൂ. ഞാനിന്ന് എഴുതി വെച്ചപ്പോൾ പല ആൾക്കാരുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയി. അങ്ങനെ രാകേഷിൻ്റെ പേര് മനസ്സിൽ വന്നു. രാകേഷ്, അതുപോലെ ആദ്യത്തെ വിഷയം ഉണ്ടായ 2 പൂജമാർ, പിന്നെ ഒരു ലോലീറ്റ, അനഘ, വർഷ, ഇങ്ങനെ കുറച്ച് പേരുടെ പേരുകൾ, ഒരു ഷിംജിത്ത്, നന്ദകിഷോർ, ശ്യാം, അങ്ങനെ കുറച്ച് പേരുടെ പേര് മാത്രമാണ് മനസ്സിൽ നിൽക്കുന്നത്. ബാക്കി കംപ്ലീറ്റ് പേരുകളും വരുന്നതേ ഉള്ളൂ, മനസ്സിലേക്ക് വരുന്നതേ ഉള്ളൂ.
അവരൊക്കെ പിക്ചറിലേക്ക് വരുന്നതേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ ഉറങ്ങി നിൽക്കുന്ന ആൾക്കാർ ഉണർന്ന് വരണമല്ലോ, എങ്കിലേ പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇവർ ജഡ്ജ്മെൻറ്റിൽ നോക്കുന്നത്. ആരൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്, ആരൊക്കെയാണ് ആവേശത്തോടെ പെർഫോം ചെയ്യുന്നത്, ഇതൊക്കെ നോക്കി തന്നെയാണ്. അത് ടാസ്ക് മാത്രമല്ല, ഇവരുടെ പെർഫോമൻസും ഒപ്പം ബിഹേവിയർ നോക്കിയാണ് എലിമിനേറ്റ് ചെയ്യണോ അവിടെ നിർത്തണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ടാസ്ക് ലെറ്റർ നമ്മുടെ രാകേഷ് വായിക്കുന്നു. ഈ ടാസ്കിൻ്റെ പ്രത്യേകത 5 ലെവൽ ടാസ്ക് ഉണ്ട്. ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിന് മുൻപ് കണ്ടിട്ടുള്ള പല ടാസ്കുകളും തന്നെയാണ്, പല ഗെയിമുകളും തന്നെയാണ് ടാസ്ക് ആയിട്ട് കൊടുത്തേക്കുന്നത്. 5 വ്യത്യസ്തമായ ടാസ്കുകളാണ്. അതിൽ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്, ഈ 5 ടാസ്കും ഒരു ടീം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവർ വിൻ ചെയ്യത്തുള്ളൂ, ആ ടീം വിൻ ചെയ്യത്തുള്ളൂ. ഈ ടാസ്കുകളുടെ ഓരോ ലെവൽ കഴിയുന്തോറും ഇവർക്ക് പസിൽ കാർഡ്സ് കിട്ടും. ഈ പസിൽ കാർഡ്സ് അവസാനം വരുന്ന ഒരു വ്യക്തി തമ്മിൽ മെർജ് ചെയ്യണം. മെർജ് ചെയ്യുമ്പോൾ ഒരു വലിയൊരു പിക്ചർ കിട്ടും. ആ പിക്ചർ കിട്ടുന്ന ലെവലിൽ മെർജ് ചെയ്യണം, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ഡംബൽ, ബാർബെൽ, കെറ്റിൽ ബെൽ, ഇങ്ങനെ 3 സാധനം വെച്ചിട്ടുണ്ട്. ഈ 3 സാധനം ഈ ടീം മെമ്പേഴ്സിൽ നിന്ന് 2 പേര് വന്നിട്ട് ജഡ്ജസ് പറയും നിങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്. ചിലപ്പം ഒരു വെയിറ്റ് പറഞ്ഞിട്ട് ബാർബൽ എടുക്കാൻ പറയും. ആ ബാർബലിന് 100 കിലോ വെയിറ്റ് ആണ്, 100 കിലോ വെയിറ്റ് എടുക്കുന്ന പോലെ പെർഫോം ചെയ്യുക, അഭിനയിച്ച് കാണിക്കുക. അത് രസകരമായിട്ട് അഭിനയിച്ച് കാണിക്കുക. ഒരു ടീമിൽ നിന്ന് 2 പേര് വരണം, അത് മാറി മാറി ചെയ്യിപ്പിക്കും. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് 2 പേര് ചേർന്ന് അവിടെ ഫുഡ് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഫുഡ് കാണുമ്പോൾ നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റുമെന്നൊക്കെ തോന്നും. പക്ഷെ ഇത് കഴിച്ച് തുടങ്ങുമ്പോൾ അത് ഫുഡ് എന്തൊക്കെയാണ്? ബർഗർ, ലസ്സി, കുഴിമന്തി, ഇതാണ് ഫുഡ്. ഈ പിന്നെ ഷാർജ ഉണ്ടെന്ന് തോന്നുന്നു, ഷാർജ ഷേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഈ 3 ഐറ്റമാണ്, ഈ 4 ഐറ്റമാണ് ഫുഡായിട്ട് വെച്ചേക്കുന്നത്. ഇത് 2 പേര് ചേർന്ന് കഴിച്ചു തീർക്കണം. ഇതാണ് രണ്ടാമത്തെ ടാസ്ക്. മൂന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ടാസ്കുകൾ കഴിയുമ്പോൾ ഓരോ ടാസ്ക് കഴിയുമ്പോഴും ഈ പസിൽ കാർഡ് കിട്ടും. ഈ പസിൽ കാർഡ് എടുത്തിട്ട് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, ആ ബോക്സിനകത്ത് ഇട്ട് വെക്കണം. ഇതാണ് ചെയ്യേണ്ടത്. ഈ പസിൽ കാർഡ് ഇട്ടതിന് ശേഷം വന്നിട്ട് അടുത്തയാളുടെ കയ്യിൽ ടാപ്പ് ചെയ്താൽ മാത്രമേ അയാൾക്ക് അടുത്ത ടാസ്കിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോരുത്തർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വന്നിട്ട് ടാപ്പ് ചെയ്യണം കൈക്ക്. മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു പ്ലാങ്ക് ബോർഡ് ഉണ്ടാവും. ആ പ്ലാങ്ക് ബോർഡിൻ്റെ 2 സൈഡിലും ഓരോ ബൗളിൽ ഒരു സൈഡിൽ 6 ചെറിയ ബോൾ വെച്ചിട്ടുണ്ടാവും. ഈ 6 ചെറിയ ബോൾ ഒപ്പം ഒരു പൈപ്പ് പീസ്, ആ പൈപ്പിൻ്റെ ഒരു 6 കണക്ഷൻസ് വരുന്ന പൈപ്പ് ഉണ്ടാവും. അതിൽ ഓരോ കണക്ഷനിൽ ഓരോ ബോൾ ഇടാനുള്ള ഹോൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഈ ബോൾ എടുത്ത് ഈ ഒരു പൈപ്പിൻ്റെ ഹോളിനകത്ത് വെച്ചിട്ട് ഈ പ്ലാങ്ക് ബോർഡിൽ കൂടി നടന്ന് അപ്പുറത്ത് പോയിട്ട് ഇയാൾ തിരിച്ചിവിടെ വരികയും വേണം. എന്നിട്ട് ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ വീണ്ടും അപ്പുറത്ത് പോയിട്ട് ബോൾ ഇട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി 6 ബോളും അപ്പുറത്തെത്തിക്കണം. ഇതാണ് ഈ 2 പേരും മാറി മാറി 6 ബോളും അപ്പുറത്തെത്തിക്കണം. ഇതാണ് ടാസ്ക്. ഓക്കെ, മൂന്നാമത്തെ ടാസ്ക്. നാലാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ടേബിളിൽ 6 ബൗൾ വെച്ചിട്ടുണ്ടാവും. 3 ഇങ്ങനെ 3 ഇങ്ങനെ. 2 കണ്ടസ്റ്റൻസ് വന്ന് നിൽക്കുക. എന്നിട്ട് തീപ്പെട്ടി ബോക്സ് ഉണ്ടല്ലോ, ഈ തീപ്പെട്ടി ബോക്സ് ടേബിളിൻ്റെ എഡ്ജിൽ വെക്കും. അവിടെ നിന്ന് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് ഈ ഓരോ ബൗളിൽ ഇടുക. അങ്ങനെ 3 ബൗളും ഫില്ല് ചെയ്യുക. ഒരെണ്ണം ചെറിയ ബൗളായിരിക്കും, ഒരെണ്ണം കുറച്ചുകൂടെ വലിയ ബൗൾ, അടുത്ത് വീണ്ടും വലിയ ബൗൾ. അങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് ഓരോന്നും ആദ്യം ഒരെണ്ണം ഇടുക, അത് കഴിഞ്ഞ് അടുത്ത് ഇടുക, വീണ്ടും അടുത്തിടുക. 2 പേരും ഒരേ സമയം ചെയ്യുകയും വേണം. അത് കുറച്ചധികം സമയം എടുക്കുന്ന സാധനമാണ്. പക്ഷേ ഇവർ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണിക്കുന്നത് അങ്ങനെയാണ്. എത്ര ടൈം എടുത്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ കാണിക്കുമ്പോൾ പെട്ടെന്ന് ഫില്ല് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതാണ് നാലാമത്തെ ടാസ്ക്. ഇനി അഞ്ചാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഇവർക്ക് ഈ പസിൽസിൻ്റെ കാർഡ് കിട്ടുമല്ലോ. ഈ കാർഡ് കളക്ട് ചെയ്തൊരു ബോക്സിനകത്തിട്ട് വെച്ചേക്കാണ്. ഈ കാർഡുകളെല്ലാം കൂടി കൊണ്ടുപോയി ഒരു വലിയ പോഡിയത്തിൽ ഫിക്സ് ചെയ്യുക, ഓർഡറായിട്ട് ഫിക്സ് ചെയ്യുക. അത് ഫിക്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു പിക്ചർ വരും. അത് കറക്റ്റായിട്ട് ഓർഡറിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടീം അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഏറ്റവും കുറഞ്ഞ സമയത്തുള്ള ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ടീമാണ് ജയിക്കുന്നത്. ഇതാണ് ടാസ്ക് ലെറ്റർ വായിച്ചപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. ഓക്കെ, ഇനി ആദ്യം വന്ന ടീമെന്ന് പറയുന്നത് നമ്മുടെ അഖിൽമാരാരുടെ ടീമാണ്. ഇതെങ്ങനെ കണ്ടെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രഞ്ജിനി ഹരിദാസ്, റനീഷ റഹ്മാൻ, റിയാസ് സലീം 3ലും 6 ഉണ്ടല്ലോ. അപ്പോൾ 666 ആണ് വരുന്നത്. അതുകൊണ്ട് ഇതിൽ പെടാത്തത് അഖിൽമാരാരുടെ ടീം ആയതുകൊണ്ട് അഖിൽമാരാരുടെ ടീം ആദ്യം വരട്ടെ എന്ന് രഞ്ജിനി ഹരിദാസ് അങ്ങ് അനൗൺസ് ചെയ്തു. അങ്ങനെ അഖിൽമാരാരുടെ ടീം ആദ്യം വന്നു. രാകേഷും സാബിറ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റും കൂടിയാണ് ഇതിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ആദ്യം വന്നത്, ഈ പറയുന്ന അഭിനയിച്ച് കാണിക്കാൻ വേണ്ടി. മാരാർ ആദ്യം 140 കിലോയുടെ ബാർ എടുക്കാൻ പറഞ്ഞു. ആരോട്? രാകേഷിനോട്. രാകേഷ് നല്ല രസമായിട്ട് ചെയ്ത് കാണിച്ചു. സാബിരയോട് കെറ്റിൽ ബെൽ എടുക്കാൻ പറഞ്ഞു. കെറ്റിൽ ബെല്ലിൻ്റെ വെയിറ്റ് 20 കിലോ. പക്ഷേ അതിന് ആക്ച്വലി 20 കിലോ ഉണ്ടാവില്ല. ഈ പറയുന്ന 140 കിലോ ബാർബെല്ലിനും ഉണ്ടാവത്തില്ല. പക്ഷേ അത് എങ്ങനെ എടുക്കുന്ന പോലെയാണ് ആക്ട് ചെയ്ത് കാണിക്കേണ്ടത്. അതൊരു ഫണ്ണി ആയിട്ട് കാണിക്കുക. അങ്ങനെ അവർ 2 അത് ചെയ്തു. അത് കഴിഞ്ഞ് പുഷപ്പ് പൊസിഷനിൽ നിന്നിട്ട് 10 ഡംബൽ കേൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ രാകേഷ് ആദ്യം പോയിട്ട് അതിനെ കടിച്ചെടുത്തു. പുഷപ്പിൻ്റെ പൊസിഷനിൽ നിന്നിട്ട് അങ്ങനെ കടിച്ചെടുത്തു. അപ്പോൾ കടിച്ചല്ല എടുക്കേണ്ടത്, കൈകൊണ്ട് ഇങ്ങനെ ഡംബൽ കേൾ ചെയ്യാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ചെയ്ത് കാണിച്ചു. അത് കഴിഞ്ഞ് ഷിജുലാലും പ്രണവും കൂടിയാണ് ഫുഡ് ചലഞ്ച് ചെയ്തത്. എൻ്റെ പൊന്നോ, ഫുഡ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവർ കുറച്ചൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ വോമിറ്റ് ചെയ്യാനൊക്കെ പോകുന്നു. വോമിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പുറത്ത് പോയിട്ട് വോമിറ്റ് ചെയ്ത ആൾക്കാരുണ്ട്, അവിടെ എന്തോ ബക്കറ്റ് വെച്ചിട്ട് അതിനകത്ത് വോമിറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ഈ കഴിക്കുന്ന സാധനം എന്തൊക്കെയാണ്? ലസ്സി, ഷാർജ, മന്തി, ബർഗർ, ഇത്രയാണ് കഴിക്കുന്നത്. 2 പേര് ചേർന്ന് കഴിക്കേണ്ടത്. 3 പേര് ചേർന്നൊക്കെയാണ് ഒരു ഫുൾ മന്തി നമ്മുടെ നാട്ടിൽ കഴിക്കുന്നത്. അല്ലാതെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഒരു ക്വാർട്ടർ മന്തിയൊക്കെ വാങ്ങിച്ചാൽ പോലും കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ സ്ഥാനത്ത് ഒരു ഫുൾ മന്തി, ചിക്കൻ വലിയ പീസൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ അത്
ഇത്ര സമയത്തിനുള്ളിൽ കഴിക്കുകയാണ്, ഒരുപാട് സമയം കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അതൊരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. അതാണ് ഈ പറയുന്ന പ്രണവും ഷിജുലാലും കൂടി ചെയ്തത്. അടുത്ത ടാസ്ക് തീപ്പെട്ടി ഫ്ലിപ്പ് ചെയ്യുന്നതായിരുന്നു. അതിനകത്ത് ഈ ടീമിൽ നിന്ന് പങ്കെടുത്തത് ടാഷിയും എൽദോയും ആണ്. ഇവർ രണ്ടും കൂടിയാണ് ആ ടാസ്ക് പങ്കെടുത്തതും. അത് ചെയ്ത സമയത്ത് ആ ടാസ്ക് ചെയ്ത സമയത്ത് ടാഷി തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. ടാഷി ചെയ്തത് ആദ്യം കൈ കൊണ്ട് ഇങ്ങനെ തട്ടിയൊക്കെ ഈ തീപ്പെട്ടി ബൗളിനകത്ത് ഇടാൻ വേണ്ടി ശ്രമിച്ചു, അത് വീഴുകയും ചെയ്തു. അപ്പം റിയാസ് പറഞ്ഞു അങ്ങനെയല്ല ടാഷി, ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടത്, നിങ്ങൾ ക്യാരംസ് കളിക്കുന്ന പോലെ ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടത് അഖിൽ മാരാർ അത് ഗൈഡ് ചെയ്തു. അങ്ങനെ ടാഷിയും എൽദോയും കൂടി ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഇതിനിടയിൽ കൂടി പൂജ, അറിയാമല്ലോ പൂജ 2.0, അതായത് നമ്മുടെ സെക്കൻഡ് പൂജ, ഈ ഇറിറ്റേറ്റ് ചെയ്യുന്ന പൂജ ഇന്നും അലമ്പ് കാണിച്ചു. ഇവരെ ഒരുമാതിരി ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. അങ്ങനെ അഖിൽ മാരാർ പൂജയോട് ദേഷ്യപ്പെട്ടു. എന്തായി കാണിക്കുന്നത് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടു. ശരിക്കും വെറുപ്പിച്ചു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ആക്റ്റീവായ ഒരാളാണ്, ഞാൻ മനസ്സിലാക്കുന്ന ഒരു BB മെറ്റീരിയലാണ് പൂജ. പക്ഷേ പ്രശ്നം എന്താണ്, പൂജയ്ക്ക് എന്താണ് എവിടെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചത്, പൂജ അവിടെ ഇരുന്ന് ബഹളം ഉണ്ടാക്കി, അനാവശ്യമായിട്ട് ബഹളം ഉണ്ടാക്കി. ഇവരെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെന്നാണ് പൂജ പറയുന്നത്. പക്ഷേ അതൊരു സ്ട്രാറ്റജി ആണെന്നൊക്കെ പറയുന്നത്. എന്നാൽ പോലും ഇത്രയും ആൾക്കാരുടെ കിടന്ന് പൂജ മാത്രം ഒച്ച വയ്ക്കുന്ന പോലെ ഒരു ഫീൽ വന്നു. സോ ഓട്ടോമാറ്റിക്കായിട്ട് പൂജയോട് അഖിൽ മാരാർ ദേഷ്യപ്പെട്ടു. മൊത്തത്തിൽ ജഡ്ജസിന് പൂജയോടൊരു ദേഷ്യം തോന്നി ഇന്നത്തെ ദിവസം. ഈ 3 ദിവസം അതിനാണ് സംഭവിച്ചത്. പൂജ തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഒച്ച എടുക്കുക, ഇവരെ ഡിസ്കറേജ് ചെയ്യാനാണെങ്കിൽ പോലും ഓൾറെഡി പൂജയുടെ മേലൊരു ദേഷ്യം എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ ഇത് കൂടുതൽ ദേഷ്യമായിട്ട് മാറും. ഇതേ പൂജയോട് തന്നെ രഞ്ജിനി നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അത് കഴിഞ്ഞ് പിന്നെ പസിൽ അറേഞ്ച് ചെയ്യാൻ വന്നത് ഷിബിനെയാണ്. വളരെ പെട്ടെന്ന് തന്നെ അതും അറേഞ്ച് ചെയ്തു. ആ സമയത്തും കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് പൂജ. ടൈമായി എന്ന് പറഞ്ഞിട്ട്. ടൈം ആയാൽ എന്താ പ്രശ്നം, അവർ ഔട്ടാവും, അല്ലെങ്കിൽ അവർക്ക് പോയിന്റ് കുറയുന്നല്ലേ ഉള്ളൂ. ഇവരെന്തിനാ ടൈമായി എന്ന് പറയുന്നത്. അങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ രഞ്ജിനി പൂജയോട് വീണ്ടും ദേഷ്യപ്പെടുകയാണ്. നന്നായിട്ട് ദേഷ്യപ്പെട്ടു. അത് ശരിക്കും രഞ്ജിനിയുടെ ഒരു എന്താ പറയുക, ഈവിൾ ഫേസ് പോലെയൊക്കെയാണ് കാണിച്ചത്. അമ്മാതിരി ദേഷ്യപ്പെടലായിരുന്നു. അങ്ങനെ പൂജ വീണ്ടും ഇവരുടെയൊക്കെ കണ്ണിലെ കരടായിട്ട് മാറി. അതിൻ്റെ ഫലം പൂജ അനുഭവിക്കുമോ എന്നൊക്കെയാണ് ഇനി അടുത്ത ചോദ്യം. അത് വരും സമയങ്ങളിൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. പിന്നെ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും അഖിൽ ടീമിൻ്റെ സ്ട്രാറ്റജി ചോദിക്കുന്നുണ്ട്. അവരുടെ സ്ട്രാറ്റജി പറയുന്നു. ടീം സ്പിരിറ്റ് മനസ്സിലായി. കാരണം എല്ലാവരും വളരെ സ്പിരിറ്റോടുകൂടി ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അത് അവർ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് മോശമായിട്ട് കളിച്ച 3 പേര്, അത് വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം കൂടെ ഒരു ടീമായിട്ട് കളിച്ചിട്ട് അതിൽ ഏറ്റവും മോശമായിട്ട് കളിച്ച 3 പേരെ അവരോട് തന്നെ ചൂസ് ചെയ്യാൻ പറയുന്നൊരു സിറ്റുവേഷൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അങ്ങനെ ചൂസ് ചെയ്തത്, എല്ലാവരും കൂടി ചൂസ് ചെയ്തതെന്ന് പറയുന്നത് സാബിര ഉണ്ടായിരുന്നു, ടാഷി ഉണ്ടായിരുന്നു, ഷിബീന ഉണ്ടായിരുന്നു. ഓക്കെ, ഈ 3 പേരെയും ഔട്ട് ഹൗസിലേക്ക് മാറ്റി. എവിക്ഷനിലേക്ക് പോകണമല്ലോ. അങ്ങനെ ഈ 3 പേരെയും ഔട്ട് ഹൗസിലേക്ക് മാറ്റി. ഇക്കൂട്ടത്തിൽ നല്ല പെർഫോം ചെയ്ത ആളെ ജഡ്ജസ് തീരുമാനിക്കാൻ വേണ്ടി ആങ്കർ ആവശ്യപ്പെട്ടു. ഷിജുലാലിനെയാണ് ജഡ്ജസ് തീരുമാനിച്ചത്. പെൻഡൻറ്റ് കിട്ടിയത് ഷിജുലാലിനാണ്. ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയത് ഷിജുലാലിനാണ്. ഷിജുലാലിന് ആക്ച്വലി പെൻഡൻറ്റ് കിട്ടുന്നത് സെക്കൻഡ് ടൈമാണ്. അതിൻ്റെ പവറിനെ കുറിച്ച് ഏറ്റവും അവസാനമാണ് പറയുന്നത്. ബാക്കി 3 പേര്, തിരഞ്ഞെടുക്കപ്പെട്ട 3 പേര് ഔട്ട് ഹൗസിലേക്കും മാറി. അങ്ങനെ ആ ടീമിൻ്റെ കാര്യം അവിടെ കഴിഞ്ഞു. അവരുടെ ടാസ്ക് അവിടെ അവസാനിച്ചു. നെക്സ്റ്റ് വന്ന ടീം എന്ന് പറഞ്ഞാൽ റിയാസിൻ്റെ ടീമായിരുന്നു. റിയാസ് അലമിൻ്റെ ടീമാണ് പിന്നെ വന്നത്. അവരുടെ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വന്നത്, അതായത് മറ്റേ ഡംബൽ ബാർബൽ കെറ്റിൽ ബെൽ എടുക്കാൻ ആ ഒരു ആക്ടിംഗ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വന്നത് പൂജയും അസിയും കൂടിയാണ്. ഇവർ അഭിനയിക്കാൻ വന്ന് ശരിക്കും പറഞ്ഞാൽ പൂജ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൂജ, നമ്മുടെ ഈ പറഞ്ഞ അലമ്പുണ്ടാക്കുന്ന പൂജ. അവർ ശരിക്കും അഭിനയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഡംബൽ എടുക്കുകയോ അല്ലെങ്കിൽ എടുത്ത് കാണിക്കുകയൊന്നും ചെയ്തില്ല. ഞങ്ങൾക്ക് അയ്യോ എനിക്ക് പറ്റുന്നില്ല എന്ത് ഈ പറയുന്നത്, എനിക്കിതൊന്നും എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുതരം ആക്ടിങ് മാത്രം കാഴ്ചവെച്ച ഒരു ഫീൽ വന്നു. അതായത് ആക്ടിംഗ് ആണ് അവിടെ വേണ്ടത്. ശരി, ഓക്കെ, അവർ ആക്ടിങ് കാഴ്ചവെച്ചു, അത് രസകരമായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ എൻഡിൽ റിയാസ് പറയുന്നുണ്ടായിരുന്നു കുറച്ച് ക്രിഞ്ചായിരുന്നു. എന്നത് കാണുന്നവർക്കും ഫീൽ ചെയ്യും. കാരണം കുറച്ചൊരു ഹോപ്പറായിട്ട് തോന്നും. സോ അതൊരു ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നു റിയാസ് പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അപ്പം പൂജയും അസിയും കൂടി അത് പെർഫോം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് ചലഞ്ചിൽ വന്നത് സോനയും രചനയും കൂടിയാണ്. രചന ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. മാക്സിമം കഴിക്കാൻ വേണ്ടി രചന ശ്രമിച്ചു. അത് മാക്സിമം കഴിക്കുകയും ചെയ്തു. രചനയും സോനയും കൂടിയാണ് ആ ചലഞ്ച് ഏറ്റെടുത്തത്. തേർഡ് വന്നത് റൈബിനും മറ്റേ ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. കുറച്ച് ഹൈറ്റുള്ള പയ്യനാണ്. ഞാനത് ഷാമോൻ എഴുതി വെച്ചു, പക്ഷേ ഷാമോൻ അല്ല. കുറച്ച് ഹൈറ്റുള്ള ഒരാൾ, മറ്റേ ഡബിൾ ക്യാരക്ടറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞൊരു ആൾ വന്നല്ലോ, പുള്ളിക്കാരനായിരുന്നു. നല്ല ഹൈറ്റുള്ള ആൾ, മോഡലൊക്കെ ആയിട്ട് പോകുന്ന ആ ആളാണ്, ആ പയ്യനാണ് ഈ പറയുന്ന റൈബിൻ്റെ കൂടെ തേർഡ് ടാസ്ക്, അതായത് മറ്റേ പ്ലാങ്ക് ബോർഡിൽ കൂടി നടക്കുന്ന ആ ടാസ്ക് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ അവരത് കുഴപ്പമില്ലാതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഫോർത്ത് ടാസ്ക് ചെയ്യാൻ വന്നത് ജെറ്റിയും പാർവതിയും കൂടിയാണ്. ഈ മാച്ച് ബോക്സ് ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടി വന്നത്. അവരും അത് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തു. ഫിഫ്ത്ത് ടാസ്ക് ചെയ്യാൻ വന്നത് പൂജ ഫസ്റ്റ്, നമ്മളെ ആദ്യത്തെ എപ്പിസോഡിൽ കരഞ്ഞ പൂജ ഉണ്ടല്ലോ, ആ പൂജയാണ് ഈ പസിൽ ബോർഡ് എടുത്തിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. പൂജയും അത് വലിയ താമസമില്ലാതെ തന്നെ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് കാണിച്ചത്. അക്കൂട്ടത്തിൽ ഈ പറഞ്ഞ പൂജ സെക്കൻഡിനോട് ഇവരെ നിർത്തിയിട്ട് സംസാരിച്ച കൂട്ടത്തിൽ പൂജ സെക്കൻഡിനോട് റിയാസ് എടുത്തു പറഞ്ഞു, നിങ്ങളുടെ പെർഫോമൻസ് കുറച്ച് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തു. പിന്നെ അതൊരു സ്ട്രാറ്റജി, എടുക്കാത്തത് ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ,
എന്നാൽ ആ പെർഫോമൻസ് ഓവറോൾ ഒരു ക്രിഞ്ചായിരുന്നു, ഒരു കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്തു എന്ന രീതിക്കാണ് റിയാസ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ ഈ പറയുന്ന പോലെ ഒരാളെ ഇഷ്ടമല്ലാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ചെയ്യുന്നതെല്ലാം മോശമായിട്ടും തെറ്റായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു ഫീലായിരിക്കും ഒരു പക്ഷേ വന്നത്. കാരണം പൂജ അമ്മാതിരി വെറുപ്പിക്കലായിരുന്നു. ആ വെറുപ്പിക്കലിൻ്റെ മറുവശം പൂജ കാണിച്ചത് ഏറ്റവും അവസാനമാണ്, ഈ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാനമാണ്. നമുക്ക് അതിലേക്ക് വരാം, അതിലേക്ക് എത്തുമ്പോൾ ഞാൻ അത് സംസാരിക്കാം. ഓക്കെ, പിന്നെ ഈ കൂട്ടത്തിൽ നിന്ന് ഔട്ട് ഹൗസിലേക്ക് ഇവർ നേരത്തെ നിർത്തിയിട്ട് ഈ 3 പേരെ സെലക്ട് ചെയ്യണമല്ലോ. അങ്ങനെ സെലക്ട് ചെയ്ത് ഔട്ട് ഹൗസിലേക്ക് മാറിയത് പൂജ സെക്കൻഡ്, ഞാൻ ഈ പറഞ്ഞ പർട്ടിക്കുലർ ഈ വെറുപ്പിച്ചുകൊണ്ടിരുന്ന പൂജ, പിന്നെ അസിയ, ജെറ്റി, ഈ 3 പേരാണ് ഔട്ട് ഹൗസിലേക്ക് മാറിയത്. ബെസ്റ്റ് പെർഫോമറായിട്ട് തിരഞ്ഞെടുത്തത് രജനിയായിരുന്നു. ഈ ഫുഡ് മാക്സിമം കഴിച്ച് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ച രജനിയായിരുന്നു ബെസ്റ്റ് പെർഫോമറായിട്ട് ചൂസ് ചെയ്തത്. പെൻഡൻറ്റ് കിട്ടിയത് രജനിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ 3ാമത്തെ ടീമാണ് വരുന്നത് റെനീഷയുടെ ടീം. റെനീഷയുടെ ടീമിൽ ഫസ്റ്റ് ടാസ്ക് ഈ പറഞ്ഞ ആക്ടിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് അനക്കയും സോനയും കൂടിയായിരുന്നു. ബാർബെലും ഡംബലുമാണ് അവർക്ക് കൊടുത്ത പ്രോപ്പർട്ടീസ്. അതെടുത്തിട്ട് ഓരോ വെയിറ്റ് പറഞ്ഞിട്ട് ആ വെയിറ്റ് അനുസരിച്ച് എടുക്കാൻ പറഞ്ഞു. അനക്ക രസമായിട്ട് എനിക്ക് ഒന്നും പറയാനില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. ബാർബിലാണ് അനക്ക എടുത്തത്. ബാർബിൾ എന്ന് പറഞ്ഞാൽ 2 സൈഡിൽ ഡിസ്ക് വെച്ചിട്ട് നടുക്കൊരു ബാർ ഉണ്ടാവും. ഇത് ആക്ച്വലി റബ്ബറിലുള്ള ബാറാണെന്ന് തോന്നുന്നു, കാരണം പിടിക്കുമ്പോഴേക്ക് താഴ്ന്നങ്ങ് പോകുന്നുണ്ട്. അനക്കയുടെ തന്നെ വെയിറ്റാണ് കൊടുത്തത്, 51 കിലോ. ആ വെയിറ്റ് എടുക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കുന്നു, എടുത്തിങ്ങനെ പൊക്കുന്നു, തിരിച്ച് താഴെ ഇടുന്നു. നല്ല രസമായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ അനക്കയും സോനയും കൂടിയാണ് ആ പെർഫോമൻസിൽ വന്നത്. രണ്ടാമത് ഫുഡ് കഴിക്കാൻ വന്നത് അഫ്യാനാസും ഷാമോനുമാണ്. അതിനകത്ത് ഷാമോൻ വൊമിറ്റ് ചെയ്തു. ഷാമോൻ പുറത്ത് പോയിട്ട് വൊമിറ്റ് ചെയ്തിട്ട് വന്നു. കഴിച്ചു, അത് പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മന്തിയും ഈ ബർഗറും ഈ ലസ്സിയും ഷാർജയൊക്കെയാണ്, ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത സാധനമാണ് ഇത്. ഇത്ര സമയത്തിനുള്ളിൽ, ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കഴിച്ചു തീർക്കാൻ വേണം. ഒരു ഫുൾ മന്തിയൊക്കെ കഴിക്കാൻ എൻ്റെ പൊന്നോ പറ്റാത്തൊരു കാര്യമാണ്. അത് ഇവർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു 90% കഴിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്, കഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഷാമോൻ പുറത്ത് പോയിട്ട് വൊമിറ്റ് ചെയ്തിട്ടൊക്കെ വന്നു. അഫ്യാനാസ് അവിടെ നിന്ന് കുത്തി അങ്ങ് കയറ്റുക, കുത്തി ഇറങ്ങണ്ടേ, അങ്ങനെ കുത്തി കയറ്റുന്നുണ്ടായിരുന്നു. ആ ടാസ്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞ് 3ാമത്തെ ടാസ്ക് വന്നത് സാനിയ, അമൃത, ഇവരായിരുന്നു 3ാമത്തെ ടാസ്ക്. പ്ലാങ്ക് ബോഡി കൂടി നടക്കുന്ന ടാസ്ക് ചെയ്യാൻ വേണ്ടി വന്നത് സാനിയയും അമൃതയും കൂടിയായിരുന്നു. അതും കംപ്ലീറ്റ് ചെയ്തു. 4ാമത്തെ ടാസ്ക് ചെയ്യാൻ വന്നത് നന്ദകിഷോറും ഷിംജിത്തും കൂടിയാണ്. വളരെ പെട്ടെന്ന് ഷിംജിത്ത് ആണെങ്കിൽ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ആ മാച്ച് ബോക്സ് ഫ്ലിപ്പ് ചെയ്ത് ബൗളിലേക്ക് ഇട്ടു. നന്ദകിഷോറും അതുപോലെ തന്നെയാണ്, പെട്ടെന്ന് തന്നെയാണ് അവർ ആ ടാസ്ക് കംപ്ലീറ്റ്, ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് ആ ടീമിൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ്. പിന്നെ 5ാമത്തെ ടാസ്ക് ചെയ്യാൻ വരുന്നത് ഈ പസിൽ ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നത് അപർണയായിരുന്നു. അപർണയും അത് ഒരുപാട് സമയം എടുക്കാതെ തന്നെ അത് ഫില്ല് ചെയ്തു. ഇതിനകത്ത് വീക്ക് പെർഫോമേഴ്സായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് അനക്കയും അഫ്യാനാസും സോനയുമാണ്. ഈ 3 പേരുമാണ് ഔട്ട് ഹൗസിലേക്ക് മാറിയത്, അനക്കയും അഫ്യാനാസും സോനയും. ഗുഡ് പെർഫോമറായിട്ട് വന്നത് ഷിംജിത്ത് ആയിരുന്നു. അത് രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ കണ്ണു തുറക്കുന്നതിന് മുമ്പ് തന്നെ ആ ടാസ്ക് ഷിംജിത്ത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഷിംജിത്തിനാണ് ബെസ്റ്റ് പെർഫോമറുടെ പെൻഡൻറ്റ് കിട്ടിയത്. അതോടൊപ്പം തന്നെ അഖിൽമാരാർ ഒരു കാര്യം പറയുന്നത്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തുടക്കത്തിൽ ഇവർക്ക് 1 മിനിറ്റ് സമയം കൊടുക്കും ആലോചിക്കാൻ വേണ്ടി. ആ 1 മിനിറ്റിനുള്ളിൽ ഇവർ എടുത്തു പറയുന്ന ഒരു പോയിന്റ് കാണിക്കുന്നുണ്ട്. ആരും പരസ്പരം കുറ്റം പറയരുത്, എന്ത് തെറ്റ് വന്നാലും പ്രശ്നമൊന്നും ആവരുത്, കുറ്റം പറയരുത് എന്ന് പറഞ്ഞിട്ട് അഫ്യാനാസ് വന്നിട്ട് അവർ സ്വയം ന്യായീകരിക്കുവാണ്. എന്തുകൊണ്ട് അത്രയും ഫുഡ് കംപ്ലീറ്റ് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിക്കുമായിരുന്നു. മറ്റ് ടീം അംഗങ്ങൾ അഫ്യാനാസ് അത് കഴിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചപ്പോൾ അതൊരു കുറ്റപ്പെടുത്തലായിട്ട് തോന്നി. അങ്ങനെ അഖിൽമാരാർ അത് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിച്ചു, പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കുറ്റപ്പെടുത്തില്ല എന്നാണ് ആദ്യം പറഞ്ഞത്, പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ സംസാരിക്കേണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ വന്നത് 4ാമത്തെ ടീം, ലാസ്റ്റ് ടീം രഞ്ജിനി ഹരിദാസിൻ്റെ ടീം. രഞ്ജിനി ടീം വന്നപ്പോഴേക്കും രഞ്ജിനി ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുത്തു. ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ടീമാണെന്നൊക്കെ പറഞ്ഞിട്ട് ബിൽഡപ്പ് ഒക്കെ കൊടുത്താണ് ടീമിനെ വിളിച്ചത്. ആദ്യ ടാസ്ക് ചെയ്യാൻ വന്നത് ലൊലീറ്റയും അളകനന്ദയും കൂടിയാണ്. ലൊലീറ്റ അറിയാമല്ലോ, ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികളിൽ ഒരാളായിരുന്നു. ഒന്ന് ആദിത്യയായിരുന്നു, ആദിത്യ ഇന്നലെ എലിമിനേറ്റ് ആയി പോയി. പിന്നെ ലൊലീറ്റയായിരുന്നു, 19 years old, അത്രേ ഉള്ളൂ. ലൊലീറ്റയും അളകനന്ദയും കൂടിയാണ് ആ ടാസ്ക് ചെയ്യാൻ വേണ്ടി, അഭിനയ ടാസ്ക് ചെയ്യാൻ വേണ്ടി വന്നത്. ലൊലീറ്റയ്ക്കും അളകനന്ദയ്ക്കും കൊടുത്ത് ഡംബലും കെറ്റിൽ ബെല്ലും കൂടിയായിരുന്നു. രണ്ടുപേരും ഓരോ മാറി മാറി ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അളകനന്ദയ്ക്ക് അത് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. ലൊലീറ്റ കൺവിൻസ് ചെയ്തു. അളകനന്ദ കൺവിൻസ് ചെയ്യാൻ പറ്റാവുന്നപ്പോൾ ലൊലീറ്റ അത് ഏറ്റെടുത്തു, പറഞ്ഞിട്ട് അങ്ങനെ ലൊലീറ്റ അത് ഫില്ല് ചെയ്ത് കൊടുത്തു. നേരെ മറ്റേ ക്ലാപ്പ് കൊടുത്തിട്ട് അടുത്ത ടാസ്കിലേക്ക് പോയി. ആ ടാസ്ക്, ഫുഡ് ചലഞ്ച് ടാസ്ക് പങ്കെടുത്തത് ശ്യാമും വർഷയും കൂടിയാണ്. പറയാതിരിക്കാൻ വയ്യ, വർഷ നല്ല രസമായിട്ട് പെർഫോം ചെയ്തു. ശ്യാം വൊമിറ്റ് ചെയ്തിട്ട് കുറേ സമയം കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. അങ്ങനെ വർഷയും ശ്യാമും കൂടി ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ വന്നത് ഈ പറയുന്ന ബോളും പൈപ്പ്, പ്ലാങ്ക് ബോഡി കൂടി നടക്കുന്ന ടാസ്ക്. അത് ചെയ്തത് അമലും ഷിജിനും കൂടിയാണ്. അമലിന് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അമൽ ഇതുവരെയും ഇന്നാണ് അമലിൻ്റെ പേര് പുറത്ത് കേൾക്കുന്നത്. പക്ഷേ ഒരു പുവർ പെർഫോമറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു ടാസ്ക് പോലും അമലിന് വ്യക്തമായിട്ട് മനസ്സിലാവാതെ പെർഫോം ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അമൽ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഷിജിൻ അവിടെ നിന്നിട്ട് അളിയാ വാ വാ നീ നടക്ക് അമലിന് നടക്കുമ്പോൾ പേടി പോലെ തോന്നി. പിന്നെ ആൾ മൊത്തത്തിലൊരു കിളിപോയ അവസ്ഥയിലായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അങ്ങനെ അമലും ഷിജിനും കൂടി ആ ടാസ്ക് ഫില്ല് ചെയ്തു. പിന്നെ 4ാമത്തെ ടാസ്ക് പ്രവീണും വൈശാഖും കൂടി
മാച്ച് ബോക്സ് ഫ്ലിപ്പ് ചെയ്യുന്ന ടാസ്ക് പ്രവീണും വൈശാഖും, അതും അവരും പെട്ടെന്ന് തന്നെ അത് ഫില്ല് ചെയ്തു കേട്ടോ. അഞ്ചാമത്തെ ടാസ്ക് നയനയാണ് വന്നത്. ബോർഡിൽ ഈ പസിൽസിൻ്റെ കാർഡ് ഓർഡറായിട്ട് വെക്കുന്ന ആ ടാസ്ക് നയനയാണ് വന്ന് ഫില്ല് ചെയ്തത്. ഇവരുടെയൊക്കെ പേര് പഠിക്കാൻ പെട്ട പാട്, എൻ്റെ പൊന്നോ, ഇടയ്ക്ക് പേര് മാറിപ്പോയി. കാര്യം 4 ദിവസത്തിലായുള്ളൂ. 4 ദിവസം കൊണ്ട് ഇവർ ചില ആൾക്കാരുടെ പേര് ഡെയിലി വിളിക്കും, ചില ആൾക്കാരുടെ പേര് ഡെയിലി വിളിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പേര് മറന്നു പോകും. അങ്ങനെ പേര് പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ഇതിനകത്തൊരു 5 പേരാണ് അകത്തേക്ക് പോകാനുള്ളത്. ഈ ടീമിൽ നിന്ന് കോമഡി എന്ന് വെച്ചാൽ ഇവരുടെ സ്ട്രാറ്റജി ചോദിച്ചപ്പോഴേക്കും അമൽ പറയുകയാണ്, എനിക്ക് ഈ പറയുന്ന അഭിനയ ടാസ്ക് പറ്റുമായിരുന്നു, ഞാൻ പണ്ട് മറ്റേ ബോഡി ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞ് ഷർട്ട് അങ്ങ് ഊരി കാണിക്കുകയാണ്. അപ്പോൾ അഖിൽമാരോ ഡേ നീ ഷർട്ട് ഇട്, നീ കാണിക്കേണ്ട സമയത്ത് കാണിച്ചില്ലല്ലോ, നീ ഷർട്ട് ഇട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഷർട്ട് തിരിച്ചിടിയിച്ചു. ഇവരുടെ വീക്ക് പെർഫോമൻസ് ആയിട്ട് കണ്ടെത്തിയത് അമലും വർഷയും ശ്യാമുമാണ്. ശ്യാമിന് എന്തിനാണ് അതിലേക്ക് വിളിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഇവർ ഈ ടീമിനകത്തുള്ള ആൾക്കാർ തന്നെയാണല്ലോ ഇത് വിളിക്കുന്നത്. ഈ നമ്മൾ ബിഗ് ബോസ് ഷോ തുടങ്ങുമ്പോൾ നോമിനേറ്റ് ചെയ്യുമല്ലോ, ആ നോമിനേഷനിലേക്ക് വരുന്നത് ചിലപ്പോൾ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമർ പുറത്ത് പോകണം എന്ന് വിചാരിച്ചൊക്കെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഈ വീക്ക് പെർഫോമേഴ്സിനെ കണ്ടുപിടിക്കുന്നത് കണ്ടസ്റ്റൻസ് ആയതുകൊണ്ട് ആ ഉള്ളതിൽ ബെസ്റ്റ് പെർഫോമറെ അവർ വീക്ക് പെർഫോമറായിട്ട് അങ്ങ് കൺവേർട്ട് ചെയ്യും, ഇവരങ്ങ് വിളിച്ചു പറയും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പേര് വരുന്ന ആൾക്കാരാണ് ഈ വീക്ക് പെർഫോമേഴ്സായിട്ട് മാറുന്നത്. അങ്ങനെ ഈ ലാസ്റ്റ് ടീമിൽ വന്നത് അമലും വർഷയും ശ്യാമും ആയിരുന്നു. എന്നാൽ ബെസ്റ്റ് പെർഫോമറായിട്ട് വന്നത് പ്രവീണായിരുന്നു. ഓക്കെ, പ്രവീണിൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നു. സോ പ്രവീണിന് ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടി. 4th പൊസിഷനിലാണ് ഈ ടാസ്കുകളിൽ റിയാസിൻ്റെ ടീം വന്നത്. വിൻ ചെയ്തതിൽ 4th പൊസിഷനിലാണ് റിയാസിൻ്റെ ടീം. 3rd പൊസിഷനിൽ റനീഷയുടെ ടീം വന്നു. 2nd പൊസിഷനിൽ രഞ്ജിനി ഹരിദാസിൻ്റെ ടീം. 1st പൊസിഷനിൽ അഖിൽമാരാരുടെ ടീം. ആ ടീം ശരിക്കും നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അഖിൽമാരാരുടെ ടീമിൻ്റെ ഒരു പ്രത്യേകത നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു. നന്നായിട്ട് അവർ വളരെ പെട്ടെന്ന് തന്നെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ പേരിൽ അഖിൽമാരാരുടെ ടീമിന് ഫസ്റ്റ് കിട്ടി. ഫസ്റ്റ് ടീമിനെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ഫസ്റ്റ് കിട്ടിയ ടീമിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അതിനകത്തും ഉണ്ടല്ലോ ഔട്ട് ഹൗസിലേക്ക് പോയ ആൾക്കാർ. അപ്പോൾ ഇവർ ആദ്യം ഒന്ന് പേടിപ്പിച്ചു, നിങ്ങൾ ഔട്ട് ഹൗസിലേക്ക് പോയ ആൾക്കാർ, സോ നിങ്ങൾ ഡേഞ്ചർ സോണിലാണ്. പക്ഷേ നിങ്ങൾ ഇന്ന് ടാസ്ക് വിൻ ചെയ്തതുകൊണ്ട്, ഈ ഗെയിമുകളെല്ലാം വിൻ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് എലിമിനേഷൻ ഇല്ല, നിങ്ങളെ സേവ് ആയതായിട്ട് പ്രഖ്യാപിച്ചു റിയാസ് സലീം. ഓക്കെ, അങ്ങനെ ആ ടീമിൽ വന്നതുകൊണ്ട് മാത്രം 3 പേര് ഇന്ന് സേവായി. ആ ടീമിൽ നിന്ന് ഔട്ട് ഹൗസിലേക്ക് മാറ്റിയ 3 പേരെയും സേവ് ചെയ്തു, അവർ സേവായി. അത് കഴിഞ്ഞ് റനീഷ ഔട്ട് ഹൗസിലേക്ക് പോയ ബാക്കിയുള്ള ആൾക്കാരെ വിളിക്കുന്നു. ആ ബാക്കി 3 ടീമിൽ നിന്ന് 3 പേര് വെച്ചുണ്ടല്ലോ, 9 പേരുണ്ട്. ആ 9 പേരെ വേദിയിലേക്ക് വിളിക്കുന്നു. ആ 9 പേര് വരുന്നു, അവർക്ക് എലിമിനേഷൻ. അപ്പോൾ എലിമിനേഷൻ്റെ കാര്യം പറയുമ്പോഴേക്കും എല്ലാവരുടെയും മുഖത്തൊരു വിഷമമുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും വിഷമമാണ്, ജഡ്ജസിനും വിഷമമാണ്. പക്ഷേ ഇവിടെ ജഡ്ജസിൻ്റെ തീരുമാനമാണ് അന്തിമമായിട്ടുള്ളത്. ടാസ്കിൻ്റെ ബേസിൽ മാത്രമല്ല ഈ പറയുന്ന ജഡ്ജ്മെൻറ്റ് വരുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ജഡ്ജസിൻ്റെ തീരുമാനത്തിനനുസരിച്ചല്ല ആക്ച്വലി ഇത് പോകുന്നത്. തീരുമാനം എടുക്കുന്ന ജഡ്ജസ് ആണെങ്കിൽ പോലും കണ്ടസ്റ്റൻസ് തന്നെയാണ് ഈ എലിമിനേഷനിൽ ആര് വരണം തീരുമാനിക്കുന്നത്. കാരണം ഈ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും വീക്ക് പെർഫോമേഴ്സിനെ കണ്ടെത്തുന്നത് ആരാണ്? കണ്ടസ്റ്റൻസ് ആണല്ലോ. ജഡ്ജസ് ആണെങ്കിൽ നമുക്ക് പറയാം അവരുടെ തീരുമാനപ്രകാരം അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെയാണ് അവർ പുറത്താക്കുന്നതെന്ന് പറയാം. പക്ഷേ ഈ കണ്ടസ്റ്റൻസ് അവിടെ വരണമെങ്കിൽ, ഈ പറയുന്ന എലിമിനേഷനിൽ വരണമെങ്കിൽ അത് ഡിസൈഡ് ചെയ്യുന്നത് കണ്ടസ്റ്റൻസ് ആണ്, കൂടെയുള്ള ആൾക്കാരാണ്. അവരാണ് ഇവരെ ചൂസ് ചെയ്യുന്നത്. ഇവരിൽ നിന്ന് ആര് പുറത്തു പോകണമെന്നാണ് ജഡ്ജസ് തീരുമാനിക്കുന്നത്. ഓക്കെ, അവിടെ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ പുറത്തു വിടുമായിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് വീക്ക് പെർഫോമൻസ് കാഴ്ചവെച്ച ആളെ പുറത്തു വിടുമായിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ 9 പേരാണ് ഈ എലിമിനേഷനിൽ ലൈനപ്പ് ആയത്. 3 ടീമിൽ നിന്ന് ഔട്ട് ഹൗസിലേക്ക് പോയ 3 ആൾക്കാരെ വെച്ചിട്ട് വേദിയിലേക്ക് വിളിച്ചു. അങ്ങനെ 9 പേര് വേദിയിലേക്ക് വന്നു. ആദ്യം ശ്യാമിനെ കുറിച്ച് സംസാരിക്കുവാണ്. ശ്യാമിൻ്റെ ഡിസിഷൻ അവർ പെൻഡിങ്ങിൽ വെക്കുകയും ചെയ്തു. എലിമിനേറ്റ് ചെയ്യണോ അതോ ഇന്നാക്കണോ എന്നുള്ളത് പെൻഡിങ്ങിൽ വെച്ചു. കാരണം ശ്യാമിലെ ഒരു പൊട്ടൻഷ്യൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ അവർ പെൻഡിങ്ങിൽ വെക്കുന്നു. അടുത്തത് അനഘ എലിമിനേറ്റ് ആവുന്നു. അതൊരു അൺഫെയർ എവിക്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം അനഘ അത്യാവശ്യം സംസാരിക്കുന്ന ഒരാളാണ്, അത്യാവശ്യം പെർഫോമൻസും ഉണ്ടായിരുന്നു. മുന്നോട്ട് പോകുന്തോറും ആ പെർഫോമൻസ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ അഗ്നിപരീക്ഷയിൽ നിന്ന് അനഘനെ പുറത്താക്കി എലിമിനേറ്റ് ആവുന്നു. അതിനുശേഷം അനഘയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു, ചെറിയൊരു സ്പീച്ചായിരുന്നു, പക്ഷേ നല്ല രസമായിട്ട് അനഘ സംസാരിച്ചു. ആ സംസാരിച്ച കൂട്ടത്തിൽ അനഘ പറഞ്ഞു, ഞാൻ എന്നെക്കാളും പുറത്തേക്ക് പോകാൻ ഡിസേർവ്ഡ് ആയ ആൾക്കാർ ഇവിടെ ഈ കൂട്ടത്തിൽ നിൽപ്പുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് എനിക്കത് ഇത് വന്നു എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ രഞ്ജിനി ചോദിച്ചു, അതാരാണ് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സോന അലക്സ്. സോനയാണ്. കാരണം ഞാൻ വന്ന സമയത്ത് ഒരു നല്ല സുഹൃത്തായിട്ട് ഞാൻ തന്നെ പറഞ്ഞ ഒരാളാണ് സോന. പക്ഷേ അതിനുശേഷം സോനയുടെ ബിഹേവിയർ എന്ന് പറഞ്ഞത് അതിൽ എൻ്റെ ഡിഫറൻ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് സോനയാണ് ഇവിടെ ഡിസേർവ്ഡ് അല്ലാത്തൊരു കണ്ടസ്റ്റൻ്റായിട്ട് തോന്നിയത്, പുറത്ത് പോകേണ്ട ഒരാളായിട്ട് തോന്നി എന്നെക്കാളും എന്ന് പറഞ്ഞിട്ട് അനക്ക് പറഞ്ഞു കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഞാൻ എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത 2 പേരുണ്ട്, വേറൊരാളും കൂടി ഉണ്ടായിരുന്നു, അയാൾക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടി. എനിക്ക് ലിസണേഴ്സിനോട്, ഈ അനഘ ക്ലബ് ഓഫ് മാർജി ആണല്ലോ, അപ്പോൾ ലിസണേഴ്സിനോട് പോയിട്ട് ഈ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും താങ്ക് യു പറഞ്ഞിട്ട് അനഘ എന്ത് ചെയ്തു, എലിമിനേറ്റ് ആയി. പിന്നെ വന്നത് അഫ്യാനാസിനെയും സോന അലക്സിനെയും റിയാസ് സേവ് ആക്കുന്നു. ഇപ്പോൾ സോന അലക്സിനെ സേവ് ആക്കിയ സമയത്ത് രഞ്ജിനി പറയുന്നുണ്ടായിരുന്നു പെർഫോമൻസ് ഓക്കെയാണ്, ബിഹേവിയറൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കൊരു
ഹിൻഡ് കിട്ടിയിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച്, ഞങ്ങളത് വാച്ച് ചെയ്യും ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ, അതുകൊണ്ട് ബി കെയർഫുൾ എന്ന് പറഞ്ഞിട്ട് സോനിക്ക് ഒരു വാർണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വന്നത് അമൽ. ഒബ്വിയസ്ലി അമൽ എലിമിനേറ്റ് ആവും എന്നുള്ളത് കൺഫേം ആയിരുന്നു. കാരണം അമലിന് പെർഫോമൻസ് ഇല്ല, അമലിൻ്റെ പേര് പുറത്ത് കേൾക്കുന്നില്ല, അമലിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഇതുവരെയും ഇന്നാണ് അമൽ എന്ന് പറഞ്ഞ വ്യക്തി ഒരു കണ്ടസ്റ്റൻ്റായിട്ട് അവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. സോ അങ്ങനെ അമൽ എലിമിനേറ്റ് ആവുന്നു. ഞാൻ ഞെട്ടിപ്പോയി, കാരണം അമൽ എലിമിനേറ്റ് ആയെന്ന് കേട്ടിട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? തിരിഞ്ഞൊരൊറ്റ പോക്കായിരുന്നു. ഞാൻ ഓർത്ത് എന്താ ഇതിങ്ങനെ. റനീഷ തിരിഞ്ഞു നോക്കുകയും ചെയ്തു, ഇതെന്താ അപ്പം ഇങ്ങനെയെന്ന്. അപ്പോൾ അമൽ അങ്ങനെ എവിക്റ്റ് ആയി. നെക്സ്റ്റ് ആസിയ എലിമിനേറ്റ് ആവുന്നു. അവർ എലിമിനേറ്റ് ആയപ്പോഴും അവർ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ചിലരുടെ ശരിയാവും, ചിലരുടെ ശരിയാവില്ല, എൻ്റെ ശരിയായില്ല, ദാറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരും എലിമിനേറ്റ് ആയി പുറത്തേക്ക് പോകുന്നു. ദെൻ വർഷ ആൻഡ് ജെറ്റി, ഈ രണ്ടുപേരെയും ഒരുമിച്ച് റിയാസ് സേവ് ചെയ്യുന്നു. അവരെ പുറത്തേക്ക് വിടുന്നില്ല, രണ്ടുപേരും സേവ് ആയി എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ആദ്യം പെൻഡിങ്ങിൽ വെച്ച ശ്യാമിൻ്റെ അടുത്തേക്ക് വരികയാണ്. ശ്യാമും പൂജയും അവിടെ ബാലൻസ് ആവുകയാണ്. പൂജ, സെക്കൻഡ് പൂജ, നമ്മുടെ അലമ്പുണ്ടാക്കുന്ന പൂജ, ഈ രണ്ടുപേരും അവിടെ ബാലൻസ് ആവുന്നു. അതിനകത്ത് ഒരാൾ ഇന്നാവും, ഒരാൾ ഔട്ട് ആവും എന്ന് പറയുന്നു. രണ്ടുപേരുടെ ഫേസ് കാണിക്കുന്നു, രണ്ടുപേരും ഡിസപ്പോയിൻറ്റഡ് ആവുന്നു. ഈ പറയുന്ന വർഷയും ജെറ്റിയും സേവ് ആയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശ്യാമ് തകർന്ന്, ശ്യാമ് തിരിഞ്ഞു നിന്നിട്ട് ഒരു ഡീപ്പ് ബ്രെത്ത് ഒക്കെ എടുത്തിട്ടാണ് തിരിച്ചു വന്നത്. അപ്പം അഖിൽ മലയാർ പറയേണ്ടായിരുന്നു, ശ്യാമ ഇവിടെ വേണ്ടത് കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസം വേണം, സോ നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവരുടെ കാര്യം സംസാരിക്കാൻ വന്നപ്പോഴേക്കും ശ്യാമിനോട് അഖിൽ മലയാർ വീണ്ടും പറയുവാണ്, ശ്യാമി നിങ്ങളുടെ പെർഫോമൻസ് ഞങ്ങൾ മൊത്തത്തിൽ നോക്കിയപ്പോൾ ഞങ്ങൾ അതിൽ തൃപ്തരാണ് എന്ന് പറഞ്ഞു. സോ ശ്യാം അവിടെ സേവായി, പൂജ എലിമിനേറ്റ് ആവുന്നു. ഒബ്വിയസ്ലി നമുക്കറിയാം, കാരണം ഇത്രയധികം കഴിഞ്ഞ 3 ദിവസമായിട്ടും വഴക്ക് കേൾക്കാത്ത ഒരു ദിവസം പോലും ആർക്കില്ല, പൂജയ്ക്കില്ല. ഞാൻ ഈ പറയുന്നതെല്ലാം എപ്പിസോഡ് ബേസ് ചെയ്തിട്ടാണ്, അല്ലാണ്ട് അവിടെ നടക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ അറിയില്ല. നമ്മൾ ഈ എപ്പിസോഡിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കറിയത്തുള്ളൂ. അപ്പോൾ എപ്പിസോഡ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ പൂജ കഴിഞ്ഞ 3 ദിവസമായിട്ടും ജഡ്ജസിൻ്റെ വഴക്ക് കേൾക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് പൂജയോടൊരു ദേഷ്യം തോന്നിയിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് ബേസും കുറച്ച് ക്രിഞ്ചൊക്കെ ആയിരുന്നു, അതുകൊണ്ടായിരിക്കാം പുറത്തേക്ക് പോയിന്റ് വന്നത്. സോ പൂജ എലിമിനേറ്റ് ആവുന്നു. എന്നിട്ട് എടുത്തു പറയുന്നുണ്ട്, നിങ്ങളുടെ ബിഹേവിയർ ആണ് പ്രശ്നം. എലിമിനേറ്റ് ആയ ശേഷം പൂജ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ശ്യാമ് എലിമിനേറ്റ് ആവില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോയാലും എനിക്ക് പ്രശ്നമില്ല, എൻ്റെ കണ്ണ് നിറയാൻ കാരണം ശ്യാമ് പോവേണ്ടി വരുമോ എന്നോർത്താണ് എൻ്റെ കണ്ണ് നിറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഒരു കൈൻഡായിട്ട് സംസാരിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവർക്ക് ഒരു വിഷമം തോന്നി. ഈ ഒരു സൈഡ് ഞങ്ങൾ കണ്ടില്ലല്ലോ, കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജിനി പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് ദേഷ്യവും അരഗൻസൊക്കെ ആവാം, പക്ഷെ അത് കാണിക്കേണ്ട സ്ഥലത്ത് കാണിക്കണം, കാണിക്കേണ്ട സാഹചര്യങ്ങളിൽ കാണിക്കണം. എപ്പോഴും കാണിക്കുമ്പോൾ അതൊരു വെറുപ്പിക്കലായിട്ട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉപദേശമൊക്കെ കൊടുത്തിട്ടാണ് പൂജേനെ പറഞ്ഞു വിടുന്നത്. അത് കഴിഞ്ഞിട്ട് എപ്പിസോഡ് എൻഡിലേക്ക് പോയപ്പോൾ ഈ ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഒരു 4 പേര് അല്ലേ, 4 പേര്, 4 ടീമിൽ നിന്ന് ഓരോ ആൾക്കാർ വെച്ച് 4 പേര്. ഇവർക്ക് ഈ ഇൻഫിനിറ്റി പെൻഡൻറ്റിൻ്റെ മേലൊരു പവർ ഉണ്ട്. ഈ പവറിനെ കുറിച്ച് പറയുന്നത് ഇനി വരുന്ന എപ്പിസോഡ്, അതായത് നാളത്തെ എപ്പിസോഡിലായിരിക്കും ഈ പവറിനെ കുറിച്ച് പറയുക എന്ന് റനീഷ അവിടെ അനൗൺസ് ചെയ്തു. ഇന്നത് പറയുന്ന വിചാരിച്ചു, പക്ഷെ അത് സസ്പെൻസ് ആയിട്ട് ആ പവർ എന്താണെന്നുള്ളത് നാളെ പറയും. ഇനി നാളെ വരുമ്പോഴേക്കും ഈ ഇൻഫിനിറ്റി പെൻഡൻറ്റ് കഴിഞ്ഞ എപ്പിസോഡിൽ തിരിച്ചു മേടിച്ച പോലെ ഇവരെയിൽ എന്തെങ്കിലും കാരണം ഉണ്ടായി തിരിച്ചു മേടിക്കുമെന്നും നമുക്കറിയത്തില്ല. പക്ഷെ ആ പവറിനെ കുറിച്ച് നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാമെന്ന് പറഞ്ഞിട്ട് എപ്പിസോഡ് അവസാനിക്കുന്നതായിട്ടാണ് കണ്ടത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് ഓക്കെ കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ ടാസ്കുകൾ കുറച്ചുകൂടി ടഫ് ആക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇത് ഓൾറെഡി നമ്മൾ കണ്ട് മറന്ന കുറേ ടാസ്കുകളാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഈ പറയുന്ന ഫുഡ് ചലഞ്ച് ആയിക്കോട്ടെ, ആകെ കാണാത്തൊരു സാധനം, ഞാൻ കാണാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ ടാസ്ക് ബാർബൽ, ഡംബൽ, കെറ്റിൽ ബെൽ, ആ ചലഞ്ച് ഉണ്ടല്ലോ, അഭിനയിച്ച് കാണിക്കേണ്ട ചലഞ്ച്, അത് മാത്രമാണ് ഞാൻ മുൻപുള്ള കാര്യങ്ങളിൽ എപ്പിസോഡിൽ കണ്ടിട്ടില്ലാത്തത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, ഞാൻ കണ്ടിട്ടില്ലാത്തത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ഈ മാച്ച് ബോക്സ് ഫ്ലിപ്പ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റേ പ്ലാങ്ക് ബോർഡിൽ കൂടെ നടക്കുന്നത് അതും കണ്ടിട്ടുള്ളതാണ്. സോ കാണാത്ത സംഭവങ്ങൾ വരട്ടെ. ലാലേട്ടൻ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞതെന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാലേട്ടന് ഇഷ്ടപ്പെട്ട ടാസ്കുകളായിരിക്കും ഇവർക്ക് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി വന്നു പോയ ടാസ്കുകളാണ്. പുതിയത് ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ വരട്ടെ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. സോ അതിനി അടുത്ത എപ്പിസോഡുകളിൽ വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.